ഇവർക്ക് എന്താ അടിയല്ലേ? ബാറ്റിയടാ. അടേ നാളത്തെ എക്സാം വല്ലതും പഠിച്ചോ? നാളെ എക്സാം ഉണ്ടോ? ഏതാടാ? നാളെ കെമിസ്ട്രി എക്സാം ആവുമല്ലോ, ഇഷ്ടം പോലെ പഠിക്കാണ്ട്, പഠിച്ചു തുടങ്ങിക്കോ. ഓ നാളെ എത്ര മണിക്കാണ് എക്സാം? നാളെ എക്സാം 9 മണിക്കാന്ന് തോന്നുന്നു. ചിക്കന് പഠിക്കാൻ കുറച്ച് സമയം കിട്ടിയാനെ. ഓക്കെടാ. സുഖടാ. സാറിവിടെ ഉണ്ടായിരുന്നു. എന്തെല്ലാം മണിക്കൂട്ടാ? നാളത്തെ എക്സാം റെസ്റ്റ് അടിക്കുക. ഞാനെന്നാ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ബെസ്റ്റ്. ഡാ അശ്വിനെ, എണീക്കടാ. എണീക്കടാ കോപ്പേ. എന്താടാ? അടേ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തോ? എന്ത് അസൈൻമെൻറ്റടാ? എന്നിട്ടാണ് ഈ സുഖമായിട്ട് കിടന്നുറങ്ങണേ. നാളെ കംപ്ലീറ്റ് ചെയ്ത് അസൈൻമെൻറ്റ് കൊടുത്താൽ നമുക്ക് എക്സാം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അസൈൻമെൻറ്റ് തുടങ്ങിയിട്ട് വരില്ലടാ. ബെസ്റ്റ്. ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നാൽ നാളത്തെ എക്സാമിനൊന്നും പഠിക്കാൻ പറ്റില്ലടാ. അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തില്ല നമുക്ക് നാളെ എക്സാം എഴുതാൻ പറ്റൂല. എന്ത് സാധനമായിട്ട് ഇത്? നീ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തോ? അതൊക്കെ ഞാൻ എപ്പോഴേ കംപ്ലീറ്റ് ചെയ്തു. നീ എന്നാ അത് നീതാ, ഞാനും കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയ റെക്കോർഡാണ്, ഞാൻ ഒരുത്തനും എഴുതാൻ കൊടുക്കത്തില്ല. എന്ത് സ്വഭാവമാണ് ഇത്? ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, അപ്പുറത്തെ ഹംസ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ഓനോട് ചോദിച്ചു. ഹംസയോ? അതെന്നെ മറ്റോട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത്. എന്നാ പിന്നെ ഹംസ. എന്താടാ ലൈറ്റിൽ ഓഫ് ആക്കിയിട്ട്? നീ നിന്റെ അസൈൻമെൻറ്റ് എടുത്തേ. അവിടെ ഉണ്ടാവിടാ, നീ എടുത്തിട്ട് നോക്കോ. ഓക്കേടാ. ഇതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഇതെവിടെ പോയി? ഇവിടെ വെച്ചാണല്ലോ. ഇവിടെയില്ലേ? ഇവിടെ ഇരിക്കല്ലേ? എന്താ അവസ്ഥ? ഉറങ്ങാൻ ശ്രമിക്കില്ല. അവനോട് അശ്വിൻ അസൈൻമെൻ്റ് ഒന്നും എഴുതിയില്ല, മിക്കവാറും എക്സാം എഴുതത്തില്ല.
ആ ആ അവൻ എത്തിയല്ലോ. നീ വന്നേ. ഡാ 8:30 8:55 കഴിഞ്ഞിട്ടാലും 9 മണിക്ക് റെക്കോർഡ് സമയത്ത് എക്സാം എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയാം. അവൻ നിന്നെപ്പോഴത്തെ ഉണ്ണാക്കന്മാരോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. കേട്ടോ കോപ്പേ കേട്ടോ. അന്ന് ഞാൻ അസൈൻമെൻറ്റ് എങ്ങനെയൊക്കെയോ സബ്മിറ്റ് ചെയ്തു. ഒന്ന് പഠിച്ചില്ലെങ്കിലും എക്സാം എങ്ങനെയൊക്കെയോ പാസ്സായി. സത്യം പറഞ്ഞാൽ ഈ അസൈൻമെൻറ്റ് കോപ്പൊക്കെ എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ ഇന്ന് ഓഫാല്ലേ? ആ ആദർശേ, ശരി ദശക്കണ്ട എന്തേലും പോയി കഴിക്കാൻ മേടിച്ചിട്ടോ. ആടാ എനിക്കും വിശക്കുന്നു. പരിപാടി വാങ്ങാമല്ലേ? ഉഴുന്നോടെ മതിയടാ. അതൊന്നും വേണ്ട ചങ്ങ, ഉള്ളിവിടെ മതി. വേണ്ട, പഴംപൊരി മതി. ആ ഹംസ പറഞ്ഞ പേര് പഴംപൊരി മതി. കച്ചിട് ആ വാങ്ങിച്ചിട്ട് വരാം. സുന്ദരമായിട്ട് ഒരു 5 പഴംപൊരി പാർസലാണേ. അയ്യവാ പഴംപൊരി എത്തി. ഹംസക്ക് ഉള്ളത് ഹംസക്ക്. പേപ്പറിങ് പോട്ടെ. എൻ്റെ അസൈൻമെൻ്റ് അവിടെ ഇത്. ഒരു രാത്രി മൊത്തം ഫുഡും കഴിക്കാണ്ട് ഉറക്കം വെച്ച് എക്സാമിന് രക്ഷണം പഠിക്കുകയും ചെയ്ത കുത്തിയിരുന്നത് അസൈൻമെൻറ്റാ. എന്തിനാ? ഒരു 5 മാർക്ക് ഇൻറ്റേർണലിന് പിന്നെ എണ്ണയിലാണ്ട് ഒരു ടിഷ്യൂ പേപ്പറിനും. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തെങ്കിൽ എക്സാം എഴുതിക്കൂല. എന്തിനാണ് ഈ അസൈൻമെൻറ്റ് കോപ്പൊക്കെ? കൊല്ലത്തിലൊരു 365 ദിവസം ഉണ്ടെങ്കിൽ അതിൽ 365 അസൈൻമെൻറ്റ് റെക്കോർഡ് വരും. എന്തുണ്ടാക്കാനടാ? സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് പുതിയ സബ്ജക്റ്റ് വരെ ഇറക്കിയിട്ടുണ്ട്. ഇതിലെവിടെയാണ് സസ്റ്റൈനബിൾ? അസൈൻമെൻറ്റ് അവൻ്റെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തണുത്തു. പക്ഷേ അവൻ അപ്പോഴത്തെ ആ ചുള്ളു പറഞ്ഞാണേലും അവൻ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമില്ലേ. നമ്മൾ ഈ റെക്കോർഡ് അസൈൻമെന്റ് ഒക്കെ എഴുതിയിട്ട് നമുക്കിപ്പോൾ എന്താ ഗുണം? ഒരു ഗുണമില്ല. സാറുമാർ പറയും എന്തൊക്കെയോ ഔട്ട് ഓഫ് സിലബസ് നോളജ് കിട്ടുമെന്ന്. പക്ഷേ വിക്കിപീഡിയയിൽ എഴുതി വെച്ചിരിക്കുന്ന അതേമാതിരി കോപ്പി അടിച്ച് എഴുതണമെന്ന് നമുക്കറിയാലോ എന്ത് ഔട്ട് ഓഫ് സിലബസ് നോളജ് നമുക്ക് കിട്ടണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ് അസൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പേരുണ്ടല്ലോ, അതൊന്ന് നിർത്തിക്കൂടെ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി നമ്മൾ ഇതൊക്കെ എഴുതണം.